ഈ ലെജൻസിന്റെ ഒക്കെ കാറ്റഗറിയിലേക്ക് നീ വരും അങ്ങനെ പ്രവചിച്ച ആളുകളുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പ്രവചിച്ചിട്ടില്ല. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്താൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ട്രൈ ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചില കാര്യങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ളൊരു മൈനസ് എന്താണെന്ന് കണ്ടിട്ട് അതൊക്കെ പലരും കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ആരും പ്രവചിച്ചിട്ടൊന്നുമില്ല, ഞാനും പ്രവചിച്ചിട്ടില്ല ഒന്നും. അപ്പം ഞാനെപ്പോഴും ആലോചിക്കാറുള്ളത് അങ്ങനെ നാളെ ഒരാൾ ഇയാൾ എന്താവും എന്നൊക്കെ ഉള്ളത് ഇയാളുടെ ഒരു ആഗ്രഹം പറയാനേ പറ്റുള്ളൂ. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ചില ആളുകളുടെ ഒരു ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ ഇയാളെ കണ്ടു കഴിയുമ്പം ഇയാൾക്ക് നന്നാവും എന്നൊരു തോന്നൽ വരും. അത് പറയാം, അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ശരിയായാൽ അത് ശ്രദ്ധിക്കപ്പെടും. ശരിയാവാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ചില ആളുകൾ വന്നിട്ട് പറയില്ലേ, എങ്ങനെ പോയാലും നമ്മൾ 25,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞിട്ട് 45,000 വോട്ടിന് തോക്കും. അപ്പോൾ നമ്മളത് അവരാ പ്രവചിച്ചതിനെ അവർ കുറ്റം പറയാറൊന്നുമില്ല, അത് അയാളുടെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ ഒരുപാട് ഇപ്പം ചില ആളുകൾ വന്നിട്ട് ചില തമാശകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അത് ചില ആളുകളെ ഹേർട്ട് ചെയ്യും. അപ്പം ഈ ഹേർട്ട് ചെയ്യപ്പെട്ട ആൾ പറയും, നീ നോക്കിക്കോ, എൻ്റെ വാക്കാണ്, ഇവൻ ജീവിതകാലം രക്ഷപ്പെടില്ല, അവൻ അടുത്ത മാസം സൂപ്പർ സ്റ്റാറായി കണ്ടിട്ടുണ്ട്. അത് അയാളുടെ മിടുക്കാണ്, ഇയാൾക്കൊരു വിഷമം ഉണ്ടായതുകൊണ്ട് അയാൾ പറയുന്നുള്ളൂ. അപ്പം പ്രവചനത്തിന് അത്രേ ഉള്ളൂ, നമുക്ക് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന ഒരാൾ ലോകത്തിലില്ല.